തിരുവനന്തപുരം നെട്ടയം സംഘർഷത്തിന് പിന്നാലെ നടന്ന പ്രതിഷേധത്തിൽ പോടാ പുല്ലേ പോലീസെ എന്ന് മുൻ DGP ആർ ശ്രീലേഖ മുദ്രാവാക്യം വിളിച്ചതിൽ വിവാദം. മുൻകാല പ്രാബല്യത്തിൽ തന്നെയാണോ ശ്രീലേഖ മുദ്രാവാക്യം വിളിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു. സേനയിലിരുന്നപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ആർ ശ്രീലേഖ വിശദീകരണവുമായി രംഗത്ത്. പോടാ പുല്ലേ പോലീസെ, പിണറായിയുടെ തെമ്മാടികളെ എന്നായിരുന്നു ആർ ശ്രീലേഖയുടെ മുദ്രാവാക്യം വിളി. പിന്നാലെ സേനയ്ക്കുള്ളിൽ നിന്ന് മുൻ DGPക്കെതിരെ വിമർശനമുയർന്നു. സൈബർ ഇടങ്ങളിലും ചർച്ചയായി. മുൻ DGP സേനയെ ഈ വിധത്തിൽ ആക്ഷേപിച്ചതിൽ CPM നേതാക്കളും രംഗത്തെത്തി. TP സെൻകുമാർ, ആർ ശ്രീക എന്നീ രണ്ട് മുൻ DGPമാർ പോടാ പുല്ലേ പോലീസെ എന്ന് വിളിച്ചത് അവർ സർവീസിലിരിക്കുന്ന കാലത്തെ അടക്കമുള്ള മുൻകൂർ പ്രാബല്യത്തോടെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. സംഭവത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആർ ശ്രീലേഖയും മറുപടി നൽകി. പോലീസ് സേനയിലിരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിലരെ ഡിസ്മിസും ചെയ്തിട്ടുണ്ട്. അന്ന് വിമർശിക്കാത്തവർ വിരമിച്ച ശേഷം തെറ്റ് ചെയ്ത ഒരാളെ പോടാ എന്ന് വിളിച്ചതിൽ കുറ്റം കാണേണ്ടെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കി. അതിനിടെ വട്ടിയൂർക്കാവ് SHO ബിബിൻ അവധിയിൽ പ്രവേശിച്ചു. സംഘർഷത്തിൽ SHOയ്ക്ക് പരിക്കേറ്റിരുന്നു. മെഡിക്കൽ അവധിയാണെന്നും നിർബന്ധിത അവധിയല്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.